വലിയച്ഛൻ വരുന്നുണ്ട്. ഭക്ഷണം കുറച്ച് റിച്ച് ആയിക്കോട്ടെ. ഓക്കെ. നല്ല രുചി, ലഘുവാണ്. കുറവുപ്പ്, കുറവെണ്ണ, കുറവ് പഞ്ചസാര. എന്നാൽ കൂടുതൽ ആരോഗ്യം, കൂടുതൽ സന്തോഷവും. അതെ, ശ്രദ്ധയോടെയുള്ള പാചകം ചെയ്യൽ സ്നേഹത്തോടെയുള്ള പാചകം ചെയ്യലാണ്. വിദ്വേഷ പരാമർശത്തിൽ ഉറച്ചു നിൽക്കുന്നുവെന്ന് ബി ഗോപാലകൃഷ്ണൻ. മുസ്ലിം ലീഗ് ഒരു രാഷ്ട്രീയ പാർട്ടിയല്ലെന്നും മതമാണെന്നും ആവർത്തിച്ച അദ്ദേഹം മാധ്യമപ്രവർത്തകരെ സംവാദത്തിനായി വെല്ലുവിളിക്കുകയും ചെയ്തു. BJP നേതാവ് ബി ഗോപാലകൃഷ്ണൻ നടത്തിയ വിദ്വേഷ പരാമർശങ്ങൾ രാഷ്ട്രീയ വൃത്തങ്ങളിൽ വലിയ വിവാദത്തിന് വഴി തുറന്നിരിക്കുകയാണ്. വിവാദ പരാമർശങ്ങളിൽ താൻ ഉറച്ചു നിൽക്കുന്നുവെന്നും യാതൊരു ചട്ടലംഘനവും നടത്തിയിട്ടില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി. തനിക്ക് ഉറപ്പുള്ള കാര്യങ്ങളാണ് പറഞ്ഞതെന്നും തനിക്കെതിരെയുള്ള പരാതികൾ നിലനിൽക്കുമെന്ന് കരുതുന്നില്ലെന്നും ഗോപാലകൃഷ്ണൻ പ്രതികരിച്ചു. തെരഞ്ഞെടുപ്പിൽ കോട്ടക്കൽ ചെയർപേഴ്സൺ ആയിട്ടുള്ള മുസ്ലിം ലീഗിന്റെ വനിത പറഞ്ഞത് ഇന്ന് പത്രമാധ്യമങ്ങളിലുണ്ട്. ഞാൻ പറഞ്ഞതിന് എന്റെ ചോദ്യത്തിന് നിങ്ങൾ എനിക്ക് ഉത്തരം പറയാൻ സമയം തന്നാലേ ഞാൻ പറയുള്ളൂ. ജസ്റ്റ് വെയിറ്റ്. ന്യൂനപക്ഷത്തിന്റെ സ്വത്വമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ആ സ്ത്രീ പറഞ്ഞത് ഞങ്ങളുടെ മതമാണെന്നാണ്. ഷാജി പറഞ്ഞത് മതമാണ് മുഖമുദ്ര. മതം മാത്രമാണ് മുഖമുദ്ര. അടുത്ത 10 വർഷം കഴിഞ്ഞ 10 വർഷം ഞങ്ങളുടെ സമുദായത്തിന് നഷ്ടപ്പെട്ടതെല്ലാം തിരിച്ചു പിടിക്കാനാണ് ഞങ്ങൾ മത്സരിക്കുന്നത്. ആർക്കും പരാതിയില്ലല്ലോ, അത് വർഗീയ പരാമർശമല്ലല്ലോ. ഇനി എന്റെ പോയിന്റിലേക്ക് ഞാൻ വരാം. എന്റെ പോയിന്റിൽ നിങ്ങൾ ചോദിക്കാനുള്ള അവകാശം നിങ്ങൾക്ക്, ഉത്തരം പറയാനുള്ള അവകാശം എനിക്ക്. ഞാൻ അങ്ങോട്ട് പറയട്ടെ. ഞാൻ പറയുന്നത് കേൾക്ക്. ഇനി നിങ്ങൾ സംസാരിക്കാൻ ഞാൻ പരിപാടി സംസാരിക്കുന്ന സമയത്ത് നിങ്ങൾ സംസാരിക്കാൻ സമയം എന്താ? വാക്കുകൾക്കല്ലല്ലോ, നിങ്ങൾ ചോദ്യം ചോദിക്കല്ലേ. മുസ്ലിം ലീഗ് ഒരു രാഷ്ട്രീയ പാർട്ടിയല്ലെന്നും മതം മാത്രമാണെന്നും അദ്ദേഹം ആവർത്തിച്ചു. വർഗീയ പരാമർശങ്ങളെക്കുറിച്ച് ചോദ്യങ്ങൾ ഉന്നയിച്ച മാധ്യമപ്രവർത്തകരെ റോഡിൽ സംവാദത്തിന് വരാൻ വെല്ലുവിളിച്ച അദ്ദേഹം മതം നോക്കിയാണോ സ്ഥാനാർത്ഥികളെ നിർത്തുന്നതെന്ന് മലപ്പുറത്ത് പോയി ചോദിക്കണമെന്നും പരിഹസിച്ചു. പരാതികളെ ഭയക്കുന്നില്ലെന്നും താൻ പറഞ്ഞ കാര്യങ്ങളിൽ വിട്ടുവീഴ്ചയ്ക്കില്ലെന്നുമാണ് ബി ഗോപാലകൃഷ്ണന്റെ നിലപാട്. ന്യൂസ് ഡെസ്ക് CCV.